നമുക്ക് ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ മുടിയൊക്കെ വളർത്തിയെടുക്കാവുന്നതാണ്. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ബ്യൂട്ടി വിത്ത് BSC വ്ലോഗ്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളെ പലർക്കും മുടി നല്ല രീതിയിൽ തന്നെ കട്ടിയാക്കി വളർത്തണം, ഇനി നല്ലപോലെ വളർത്താൻ പറ്റിയില്ലെങ്കിൽ പോലും നമുക്കുള്ള മുടി കൊഴിച്ചിലൊക്കെ മാറ്റണം എന്ന് ആഗ്രഹിക്കുന്നവരാണല്ലേ. ഏത് എണ്ണ ഉപയോഗിക്കും എന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്നത് ആവണക്കെണ്ണ തന്നെയാണ്. പക്ഷെ ആവണക്കെണ്ണ എന്തുകൊണ്ടാണ് മറ്റുള്ളവർ ഉപയോഗിക്കാൻ മടിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ എണ്ണയുടെ കട്ടി ഓർത്തിട്ട് തന്നെയാണ് കേട്ടോ. അപ്പൊ ഈ എണ്ണ കട്ടിയുള്ളതായതുകൊണ്ട് തന്നെ നമ്മുടെ മുടി പറ്റുമ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് കഴുകി കളഞ്ഞില്ലെങ്കിൽ നമുക്ക് മുടി കൊഴിച്ചിലുണ്ടാകും, താരനൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ടാകും. അപ്പൊ നമുക്ക് ഈ എണ്ണ എങ്ങനെ ലൈറ്റാക്കി ഉപയോഗിക്കാമെന്നും പിന്നെ അത് മാത്രമല്ല കേട്ടോ, നമ്മൾ ഏറ്റവും കൂടുതൽ ആന്റി ഓക്സിഡൻസും പിന്നെ ഫാറ്റി ആസിഡുകളും വൈറ്റമിൻസും മിനറൽസ് ഒക്കെ അടങ്ങിയതാണ് ആവണക്കെണ്ണ എന്ന് പറയുന്നത്. നമ്മൾ പ്രോപ്പർ ആയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ മുടി കൊഴിച്ചിൽ തടഞ്ഞിട്ട് മുടിയെ നല്ലപോലെ സ്ട്രോങ് ആക്കി നിർത്താൻ വേണ്ടി ആവണക്കെണ്ണക്ക് കഴിവുണ്ട്. അപ്പൊ നമ്മുടെ റൂട്ടീനിൽ എങ്ങനെ ആവണക്കെണ്ണ ഉപയോഗിക്കാൻ പറ്റും എന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത്. ഒട്ടും വൈകേണ്ട വീഡിയോയിലേക്ക് പോവാം. ഒരു പാത്രത്തിൽ നല്ലപോലെ തിളച്ച വെള്ളം എടുക്കാം കേട്ടോ. അതിലേക്ക് നമുക്കൊരു ചെറിയ പാത്രം വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ 1 സ്പൂൺ ആവണക്കെണ്ണ, കാസ്റ്റർ ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. നല്ല കട്ടിയുണ്ട് കേട്ടോ ഈ എണ്ണയ്ക്ക്. അത് മാത്രമല്ല, നമ്മൾ ഉപയോഗിക്കുന്ന ഏതെങ്കിലും എണ്ണയോ, അതായത് കോക്കനട്ട് ഓയിൽ ആയിരിക്കാം നമ്മൾ ഉപയോഗിക്കുന്ന, കാച്ചിയ എണ്ണയോ ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് ഒഴിച്ചും കൂടി കൊടുത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യാം കേട്ടോ. മെൽറ്റായി വന്നിട്ടുണ്ട്. നമ്മുടെ എണ്ണയുടെ ഭാഗം ഇതുപോലെ ഇരിക്കണം കേട്ടോ, വിട്ട് വിട്ട് ഇങ്ങനെ വരത്തില്ലേ, ആ ഒരു പരുവത്തിൽ വരണം കേട്ടോ. കാരണം ഒട്ടും കട്ടിയായിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ പാടില്ല. അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യത്തില്ല. അതിനുശേഷം നമ്മുടെ തലയോട്ടിൽ നല്ലതുപോലെ മസാജ് ചെയ്ത് തന്നെ തേച്ച് പിടിപ്പിക്കുക കേട്ടോ. ഒരു ഭാഗവും പോലെ സ്കിപ്പ് ചെയ്യാതെ നമ്മുടെ തലയൂട്ടിയിലും തലയുടെ ഈ ഫ്രണ്ടിൽ നമുക്ക് ബേബി ഹെയർസ് വളരാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഈ ഭാഗത്തൊക്കെ നല്ലതുപോലെ തന്നെ തേച്ച് പിടിപ്പിക്കുക കേട്ടോ. നമുക്ക് അത് ഓരോന്നും കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യുവാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ മുടി വളർച്ച കാണാൻ പറ്റുന്നതും കൂടിയാണ് കേട്ടോ. പിന്നെ ഞാൻ എൻ്റെ മുടിയുടെ തുമ്പ് വല്ലാതെ റഫായിട്ട് സ്പ്ലിറ്റൻസ് ഒക്കെ വന്നതുപോലെ കണ്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ നല്ലതുപോലെ കയറ്റി മുടി വെട്ടിയിട്ടുമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ മുടിയുടെ തുമ്പറ്റത്ത് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ മുടിയുടെ തുമ്പറ്റത്തും കൂടി നമ്മൾ റഫ്നെസ് ഒന്നും ഇല്ലാതെ സൂക്ഷിക്കാം കേട്ടോ. ഇതാണ് എന്റെ വെട്ടിയ മുടി കേട്ടോ. അപ്പൊ ആവണക്കെണ്ണ എങ്ങനെ ഉപയോഗിക്കുന്നത് നമ്മൾ എല്ലാവരും കണ്ടല്ലേ. അപ്പൊ ആവണക്കെണ്ണ ഉപയോഗിച്ചു നമ്മുടെ മുടിയിൽ എണ്ണയൊക്കെ നല്ലപോലെ ഞാൻ ഷാമ്പു ഇട്ട് തന്നെയാട്ടോ കഴുകിക്കളഞ്ഞത്. കാരണം എണ്ണയ്ക്ക് നല്ല രീതിയിൽ കട്ടിയുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ഷാമ്പു ഇട്ട് കഴുകിക്കളഞ്ഞത് കേട്ടോ. അപ്പൊ നമ്മൾ ഒത്തിരി ഷാമ്പു ഉപയോഗിക്കാത്തത് കൊണ്ട് തന്നെ നമ്മുടെ മുടിയിൽ വലിയ രീതിയിലുള്ള ഡ്രൈനെസ് ഒന്നും ഫീൽ ചെയ്യുന്നില്ല. കണ്ടീഷണറും കൂടി ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ ഇതാണ് കേട്ടോ ഞാൻ മുടി വെട്ടിയതാണ് കേട്ടോ. അപ്പൊ ഞാൻ കാണിച്ചു തന്നില്ലേ, മുടി കുറച്ചും കൂടി ലെങ്ത് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ മുടി വെട്ടിയതാ. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുടിയുടെ അടിയിലൊക്കെ സ്പ്ലിറ്റൻസ് വന്ന് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാൻ കുറച്ചും കൂടി ഒന്ന് കയറ്റി വെട്ടിക്കളയും. എന്നാൽ മാത്രമേ നമ്മുടെ മുടി വളർച്ചയ്ക്ക് അത് ഹെൽപ്ഫുൾ ആകത്തുള്ളൂ കേട്ടോ. അപ്പൊ ഒട്ടും മടി കാണിക്കണ്ട കേട്ടോ. നമുക്ക് ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ മുടിയൊക്കെ വളർത്തിയെടുക്കാവുന്നതാണ്. അപ്പൊ ആവണക്കെണ്ണ തീർച്ചയായിട്ടും നമ്മുടെ എല്ലാവരുടെയും മുടി വളർത്തി ഹെൽപ്ഫുൾ ആയിരിക്കും. പക്ഷെ ഫസ്റ്റ് ടൈം ഞാൻ ആവണക്കെണ്ണ ഉപയോഗിച്ചപ്പോൾ എനിക്ക് നല്ല രീതിയിൽ തന്നെ മുടി കൊഴിച്ചിലുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിനുശേഷം അതൊരു റൂട്ടീൻ ആക്കി എടുത്തപ്പോഴാണ് ആ മുടി കൊഴിച്ചിൽ മാറിയിട്ട് അവിടെ പുതിയ മുടി കിളിർത്തിട്ട് അതിനുശേഷമാണ് റെഗുലർ ആയിട്ടുള്ള റൂട്ടീൻ സെറ്റായി വന്നത് കേട്ടോ. അപ്പൊ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്ന വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, കമന്റ് ചെയ്തേക്കണേ. പിന്നെ ആരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോ പുതിയൊരു സബ്ജക്റ്റ് ആയിട്ട് കാണാം. ഡിയേഴ്സ്, ബൈ, ടേക്ക് കെയർ ഓൾ.